മച്ചന്മാരെ നമ്മളപ്പോൾ ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ ചെറിയ ഷോർട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആദ്യമായിട്ടൊരു ലോങ് വീഡിയോ ഇടാൻ പോവുക. സംഭവം വെച്ച് കഴിഞ്ഞാൽ വ്ളോഗ് ടൈപ്പ് അല്ല, ദിസ് ഇസ് നോട്ട് എ വ്ളോഗ്. അതായത് ഇന്ന് എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ ഞാൻ ഇന്ന് കോളേജിൽ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു അത് നമ്മൾ ദിസ് ഇസ് നോട്ട് എ വ്ളോഗ് പോലെ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോവുക. നമ്മുടെ കൂട്ടുകാർ കുറച്ചൊരു ഈ വ്ളോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഇന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ആവുമെന്ന് എനിക്ക് നോ ഐഡിയ. എന്നാലും ഞാൻ ജസ്റ്റ് ചെയ്ത് നോക്കാൻ പോകും. സംഭവം ചളിയായാലും എന്തായാലും എന്താ പറയുക, ബാക്കി നമുക്ക് വരുന്നത് വെച്ചാണ്. എന്തായാലും കോളേജിലോട്ട് പോവുക. ഇന്ന് കോളേജ് കലോത്സവം, അതുകൊണ്ട് ഇത്രയും ലേറ്റായി. ഇപ്പോൾ സമയം എത്ര 9:10. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ബാക്കി എന്ത് കിടക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും അവിടെ ചെന്ന് ബാക്കിയാണ്. ഓക്കെ ബൈ. അപ്പം ബൈ ഹൗസ്, ടാറ്റാ. കഴിച്ച് നമ്മളപ്പോൾ നൈസായിട്ട് ശാസ്താംകോട്ട ബസ് സ്റ്റോപ്പിൽ വന്നിങ്ങനെ നിൽപ്പുണ്ട്. അവിടെ നിന്ന് 9:10 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഷവറയിൽ നിന്ന് ബസ്സും കിട്ടിയത് ഇപ്പോഴാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഒരു കൂട്ടുകാരൻ സുഹൈൽ വരാനുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് കോളേജിലോട്ട് പോകാനുണ്ട്. അപ്പോൾ അവനിപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പം ബസ് സ്റ്റോപ്പിൽ വന്നിങ്ങനെ നിൽക്കുക. ശാസ്താംകോട്ട ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചേ ഉള്ളൂ, അത്യാവശ്യം കൊണ്ട് നടക്കാനായിട്ട്. അപ്പം അവനിപ്പോൾ ഇങ്ങോട്ട് വരണം, അന്നേരം തിരിച്ചങ്ങോട്ട് പോകത്തുള്ളൂ. അപ്പം ഓക്കെ ബൈ. ഈ ഒരു ഒറ്റ ഫുണ്ടേ കാരണമാണ് നമ്മൾ ലേറ്റ് ആയത്. ഇവരെ നോട്ട് ചെയ്തിട്ട് ഇവരെ മുഖം അവിടെ ചെന്ന് കാണിക്കുന്നതായിരിക്കും ഗൈസ്. വയ്യ പോയി കേട്ടോ വ്ളോഗ് നമ്മുടെ നമ്മൾ അപ്പോൾ നമ്മൾ നേരെ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ സുഹൈലിക്കും ഉണ്ട്, അരുണും ഉണ്ട്. അപ്പോൾ നേരെ ഇനി ചെന്നിട്ട് നമുക്ക് അഭിനവിനെയും അർജുനെയും ബാക്കി ടീംസിനെയും എല്ലാം കണ്ടുപിടിക്കണം. ഇതാണ് പരിപാടി. അർജുനെ വിളിച്ചു നോക്കാൻ തോന്നുന്നു. ഇതാണ് നമ്മുടെ കോളേജ്. നമ്മൾ നൈസ് ബാക്കി കൂടെ കയറിയത്. അപ്പോൾ അഭിനവും ടീംസും കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട്. നേരെ പോയി അഭിനവിൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം എപ്പോൾ വന്ന് എന്തൊക്കെയാണ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയണം. ആഹാ എല്ലാവരും ഇപ്പോൾ ഉണ്ടല്ലോ. അഭിനവ് ഇപ്പോൾ ഉണ്ട്. പോഞ്ഞിക്കര എന്താണെന്ന് അറിയത്തില്ല. പോഞ്ഞിക്കരെ പോയി തപ്പണം. അഭിനവേ, നമ്മുടെ അഭിനവ് തോന്നണം ഇപ്പോൾ ഉണ്ട്. അഭിനവ് ബാക്കി എല്ലാവരും ഇപ്പോൾ ഉണ്ട്. എടാ അവനെന്താ പോഞ്ഞിക്കര എന്ത് പോഞ്ഞിക്കരെ പോയി തപ്പി എടുത്തിട്ട് വരാം. അപ്പോഴത്തേക്ക് നമ്മൾ നേരെ കോളേജ് എത്തിയിട്ടുണ്ട്. നമ്മളപ്പോൾ നേരെ പോഞ്ഞിക്കര തപ്പനായിട്ട് പോവാണ്. അഭിനവ് ഉണ്ട് നമ്മുടെ കൂടെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നേരെ പോയി പോഞ്ഞിക്കര, അതായത് നമ്മുടെ അർജുൻ പോയി തപ്പണം. കോളേജിൻ്റെ എന്തോ ഈ ബാക്കിൽ കൂടിയൊക്കെ ഇറങ്ങി ഇപ്പോൾ ഇതുവരെ ഒരുപാട് വരിയുണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. എല്ലാം നമ്മൾ എന്താ പറയുക, ഇനി ഇതൊന്ന് അതാ ഇത് നൈസായിട്ട് ഒന്ന് പച്ച പിടിക്കുവാണെങ്കിൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും അല്ലേ. പച്ച പിടിച്ചില്ലേലും അതാണ്. നമ്മളങ്ങനെ നൈസായിട്ട് കോളേജ് വന്ന് അർജുൻ പോയി പോക്കിട്ടുണ്ട്. ഈ ടോയ്ലറ്റിലേ ഇരിക്കത്തുള്ളൂ. ടോയ്ലറ്റ് വിട്ടിട്ട് കാര്യമില്ല. മുടിയൊക്കെ വിട്ട് മൊഞ്ചനായിട്ട് പോയിട്ട് വെട്ടടിക്കുന്നത്. ഇവനെ തപ്പാൻ വേണ്ടി നമ്മൾ ഇത്ര നേരം പോയിരുന്നത്. അപ്പോൾ നമ്മുടെ വ്ളോഗിൽ മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ കാണുന്നത്. നമ്മളിനി ഒരു പൊളി വിളിക്കും പൊത്തി. അപ്പോൾ അത്രേ പറയാനുള്ളൂ. എന്തായാലും ഇപ്പോൾ ഏതാ ബോട്ടൺ ഡിപ്പാർട്ട്മെൻറ്റില്ലേ ഇത്. അങ്ങനെ ബോട്ടൺ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തുകൂടെ കിടന്ന് ഫുള്ള് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇനി ഇവിടെ ഒരുപാട് പരിപാടികളുണ്ട്. എല്ലാം നമ്മൾ ഉടനെ തന്നെ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ കോളേജിനെ നടുമുര നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ കോളേജ്. നൈസാണ്. നമ്മളപ്പോൾ നൈസായിട്ട് പോയി നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും നമ്മൾ പൊക്കിയിട്ടുണ്ട്. നമ്മുടെ അതിരാജ് പിന്നെ ഉണ്ട്. പിന്നെ ദേവൻ ഇവിടെ നിൽപ്പുണ്ട്. ദേവാ അങ്ങനെ എല്ലാവരും നമ്മൾ നൈസായിട്ട് പൊക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ നൈസായിട്ട് ചക്കരയും പിന്നെ വെറുതെ ഇരുന്ന് കിടി ചക്കരയുടെ ശ്വാസം മുടിച്ചു വല്ല നോക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്ന് ക്യാമറ ഉണ്ടെന്ന് അഭിനന്ദനം ഫോട്ടോ എടുക്കുന്ന പരിപാടിയിലേക്ക് കൂടി നിൽക്കുകയാണ്. അർജുൻ ഭായ്, അരുൺ, സുഹൈലിക്ക നഖമൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുന്നു. ഇവനാണ് ഈ കോളേജിലെ ഏറ്റവും വലിയ വിടല. അപ്പൊ ഇത് ചക്കരയെ പോകണം. ഞെക്കി പിടിക്കണം. ണ്ട് അവിടെ നിന്ന് നൈസായിട്ട് സ്പ്ലാഷ് അടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ക്യാൻറ്റീനിലുണ്ട്. പോഞ്ഞിക്കരയ്ക്ക് ഇവിടെ പോഞ്ഞിക്കര സിപ്പം കുടിച്ച് മരിക്കുകയാണ്. സ്പ്ലാഷ് പഠിച്ച് ക്യാൻറ്റീൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നു. എന്താ പറയാൻ, അപ്പം കോളേജിൻ്റെ അടുത്തുള്ള മുളങ്കാട്ടിലോട്ട് വന്നൊക്കെയാണ് ഫുഡൊക്കെ അടിച്ചിട്ട് എല്ലാവരും ഇരുന്ന് പിക്കും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുക. ഫോക്കസ് ആവുന്നില്ല.
അപ്പം നൈസായിട്ട് ഇന്നത്തെ പരിപാടികൾ ഇത്രയൊക്കെ ആയിരുന്നു. ഇനി പോകുന്നതിന് തൊട്ട് മുമ്പുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞങ്ങളിപ്പം കോളേജിൻ്റെ അടുത്തുള്ളൊരു മുളങ്കാട്ടിൽ നിൽക്കുക. അതായത് DB കോളേജിൻ്റെ അടുത്തൊരു മുളങ്കാടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നിൽക്കുക. അപ്പോൾ ഇനി പോകാൻ നേരത്ത് ബാക്കി കാര്യങ്ങൾ നമ്മൾ കാണിക്കും. അപ്പോൾ ശരി. അപ്പം നമ്മുടെ പരിപാടി ഇന്ന് കാണിച്ചത് ഇത്രയും തന്നെയാണ്. പിന്നെ നമ്മളുടെ ഫോട്ടോ എടുക്കാനും ബാക്കി പരിപാടിക്കാനും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇനി? ഒന്നുമില്ല, ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ. അതാ അർജുൻ ഭായ് എന്താ പറയാനുണ്ട്? ഗൈസ് അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ ബൈ.